ഇന്ന് രാവിലെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കാനിടയായി. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് റദ്ദായതും യാത്രക്കാരൻ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു. അതിലൊരു സ്ത്രീ അവരുടെ ഭർത്താവ് ഹോസ്പിറ്റലിൽ ICUവിലുള്ള ഭർത്താവിനെ കാണാൻ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് അന്ന് പോകാൻ കഴിയാത്തതും പിറ്റേ ദിവസം ടിക്കറ്റ് മാറ്റിക്കൊടുത്ത് അന്നും പോകാൻ കഴിയാത്തതൊക്കെ ആയി വളരെ വിഷമമുണ്ടായിരുന്നു ആ ഒരു വാർത്ത കണ്ടപ്പോൾ. ഇന്ന് രാവിലെയാണ് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കാണുന്നത്. അത് കണ്ടപ്പോൾ വളരെ സങ്കടമായി. നമ്മളിപ്പോഴുള്ള പാവം പ്രവാസികൾ ഇവരെ ഈ ടിക്കറ്റിൽ ചെറിയൊരു റേറ്റിന്റെ അപകർഷണം കണ്ട് ഈ ടിക്കറ്റ് എടുക്കും. എത്രയോ ആളുകൾ എക്സിറ്റ് പോരുന്ന ആൾ ഡേറ്റ് ഇല്ലാത്ത എത്രയോ ആളുകളെ ജോലിയെ ബാധിച്ചു. ഇതുകൊണ്ടൊക്കെ ഈ മരണ വാർത്തയും കൂടെ ആയപ്പോ പ്രതികരിക്കില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ നമ്മളൊക്കെ ഫാൾട്ട് അതാണ്. നമുക്കുള്ളൊരു ബുദ്ധിമുട്ടും ഏത് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യൂല, പ്രതികരിക്കൂല. അത് കാരണമാണ് ഇവരൊക്കെ ഇതെല്ലാം മുതലാക്കുന്നത്. മറ്റൊരു രാജ്യത്താണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എയർവേസ് പിന്നെ ഓടും. നമ്മളെ നാട്ടിന്റെ അവസ്ഥയാണത്. അതുകൊണ്ട് നാട് നന്നാവും എന്ന് വിചാരിച്ചിട്ട് ഇരിക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം, എയർ ഇന്ത്യ ടിക്കറ്റ് എടുക്കാതിരിക്കാം. അതുപോലെ തന്നെ ഇന്നലെ കണ്ടൊരു വാർത്തയാണ്, മറ്റൊരു എയർവേസ് അവരുടെ ലാഭവിഹിതം 5 മാസ ശമ്പളം അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. ഇതൊക്കെ ഇതിൽ ഓടിയിട്ട് തന്നെ അല്ലേ. അപ്പോൾ എയർ ഇന്ത്യ ഗവൺമെന്റ് വിറ്റു, ടാറ്റ വാങ്ങി, എയർ ഏഷ്യയിൽ ലയിച്ചു. ഇവർ സ്റ്റാഫുകൾ തമ്മിലുള്ള പ്രശ്നവും കാര്യങ്ങളും നമ്മൾ പാവം പ്രവാസികൾക്കോ യാത്രക്കാർക്കോ അറിയേണ്ട ആവശ്യമില്ല. 8 മണിക്കൂർ മുന്നേ സിക്ക് ലീവ് അപേക്ഷിച്ച് ലീവ് എടുക്കാന്നുള്ളൊരു ചെറിയൊരു കാര്യം വെച്ചിട്ട് ഇത്രയും ആളുകളെ, അത് ഏത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണെങ്കിലും ചിന്തിക്കണമായിരുന്നു. ഇത്രയും ഒരു മോശം എയർവേസിന്റെ ടിക്കറ്റ് ഈ ചെറിയൊരു അപകർഷണം കണ്ടിട്ട് ഇനി എടുക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മളൊക്കെ ആലോചിക്കണം. ഇന്നാ സഹോദരൻ മരിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യ വിധവയായി. നാളെ ഞാനാവാം, എന്റെ ഭാര്യയാവാം, നിങ്ങളാകാം, നിങ്ങളെ മക്കളാകാം, കുടുംബക്കാരാകാം. അതുകൊണ്ട് കാലാകാലങ്ങളായിട്ട് ഈ പ്രവാസികളെ യാത്രക്കാരെ വലക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ ടിക്കറ്റ് മാക്സിമം എടുക്കാതിരിക്കുക എന്റെ തീരുമാനമാണ്. ഞാൻ എന്റെ സ്ഥാപനത്തിലോട്ടും എന്റെ ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളോട്ടും എന്റെ സ്റ്റാഫുകൾക്ക് ഒരിക്കലും ഇനി എയർ ഇന്ത്യയുടെ എയർ ഏഷ്യയുടെ ഒരു ടിക്കറ്റ് എടുക്കൂല. അതെന്റെ തീരുമാനമാണ്. ഈ ഒരു മരണ വാർത്തയോടുകൂടി എനിക്ക് അറിയിക്കാനുള്ളൊരു പ്രതിഷേധമാണ്. ഞാനിത് പ്രതിഷേധം അറിയിച്ചു എന്ന് കരുതിയിട്ട് ഇവർ പൂട്ടിപ്പോകുന്നുള്ളതൊന്നല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പൗരൻ എന്നുള്ളൊരു ബാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.